പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കൂദാശിയായ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിലെ അംഗമായി തീരുവാൻ പോകുന്ന ഞങ്ങളുടെ എസ്രയെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും ഉൾപ്പെടുത്തിക്കൊടുവാൻ എസ്രയെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. സുവിശേഷവായന. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിശീലനത്തിന് 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ദേവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഒരു ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയും വരുന്നു. നമ്മുടെ കർത്താവ് പ്രഥമ ദിവികാരന്റെ സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുളി ചെയ്ത ഈശോ, അങ്ങയുടെ ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ ആദ്യമായി സ്വീകരിക്കാൻ പോകുന്ന എഡ്വിനെ പ്രസാദാവസ്ഥയിൽ എന്നും സംരക്ഷിച്ചു കൊള്ളണമേ. എഡ്വിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാർഗദീപമാക്കുകയും ചെയ്യണം. എന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമാറാകട്ടെ. എന്തും ക്ഷമാപൂർവ്വം സഹിക്കാനുള്ള സന്മനസ്സും സഭയെ സ്നേഹിക്കാനുള്ള കഴിവും ഈ കുട്ടിയിൽ സദാ കുടികൊള്ളട്ടെ. സുവിശേഷ സത്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്തീയ ജീവിതം വഴി അവയ്ക്ക് ധീരമായ സാക്ഷ്യം നൽകാൻ എഡ്വിനെ പ്രാപ്തനാക്കണമേ. സേവന തൽപരത, ദീർഘശാന്തത, സൗമ്യത, Amen.
ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ഗൗരവത്തോടെ പാപങ്ങൾ കഴുകി ഈ ശിശു പുണ്യജന്മം പ്രാപിക്കട്ടെ. എൻ്റെ മോഹനം ആഗ്രഹിക്കുന്ന ഈ ദാസിയെ തുലാശയുടെ ആത്മീയം ശരീരമായ വളരെയാകട്ടെ. ഈ ദാനത്തെ നിങ്ങൾക്ക് ഈ ദാസത്തിൽ ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും നയിക്കും. ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്ക് സ്നേഹം മാത്രമേ യേശു വരുന്നിതാ നമുക്ക് ജീവൻ നൽകുവാൻ ഞങ്ങൾ തരുന്നിതാ നിനക്ക് സ്നേഹം മാത്രമേ തിരികെട്ടി വീഴുന്ന വീതി ഉയരുന്ന കാൽവരിയാകവിതാ ഒരുങ്ങുന്നു. ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്താൽ സ്ഥാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിൽ നിന്ന് ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനത്തിന് ഞാൻ സമർപ്പണം കടപ്പെട്ടതാണ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.